പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണ ഇന്ത്യൻ ടീമിനെ അവിശ്വസനീയമായ രീതിയിലാണ് ബോളർമാർ കൈപിടിച്ചുയർത്തിയത്. മുഹമ്മദ് സിറാജും പ്രസീദ് കൃഷ്ണയും ഇന്ത്യയുടെ വജ്രായുധങ്ങളായി മാറിയപ്പോൾ ഇന്ത്യ വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. മത്സരത്തിലെ ഇന്ത്യയുടെ വിജയവഴിയിൽ ഏറ്റവും നിർണായകമായത് ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ വീഴ്ത്തിയ വിക്കറ്റുകളാണ്. ഇവ പരിശോധിക്കാം. ഡക്കറ്റ്സ് വിക്കറ്റ്. മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇംഗ്ലണ്ടിന് മുൻപിലേക്ക് വെച്ച വിജയലക്ഷ്യം 374 റൺസായിരുന്നു. ഇതിലേക്ക് ബാറ്റ് വീശിയ ഇംഗ്ലണ്ടിനായി ആദ്യം മികവ് പുലർത്തിയത് ഓപ്പണർ ഡക്കറ്റാണ്. മറുവശത്ത് നിലയുറപ്പിച്ച ക്രോളിയെ മുഹമ്മദ് സിറാജ് ബോൾഡാക്കി മാറ്റി. എന്നാൽ മറുവശത്ത് 54 റൺസ് സ്വന്തമാക്കിയ ഡക്കറ്റിനെ പുറത്താക്കാൻ പ്രസീദ് കൃഷ്ണയായിരുന്നു ഇന്ത്യയെ സഹായിച്ചത്. ഹാരി ബ്രൂക്ക്. ഇംഗ്ലണ്ടിനായി ഒരു വശത്ത് ജോ റൂട്ട് ക്രീസിൽ ഉറച്ചപ്പോൾ മറുവശത്ത് ഹാരി ബ്രൂക്കിന്റെ ബാസ്ബോൾ ശൈലി കാണാൻ സാധിച്ചു. മത്സരത്തിൽ ഒരു ഏകദിന ഫോർമാറ്റിന്റെ രീതിയിലാണ് ബ്രൂക്ക് ബാറ്റ് ചെയ്തത്. 98 പന്തുകൾ നേരിട്ട് 111 റൺസ് ബ്രൂക്ക് സ്വന്തമാക്കുകയുണ്ടായി. ഇതിനിടെ ബ്രൂക്കിന് പുറത്താക്കാനുള്ള അവസരം മുഹമ്മദ് സിറാജ് നഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ 111 റൺസ് നേടിയ ബ്രൂക്കിനെ ആകാശ് ദീപ് സിറാജിന്റെ കൈകളിൽ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. ഇതാണ് ഇന്ത്യക്ക് വിജയത്തിലേക്കുള്ള വഴി തുറന്നത്. റൂട്ട്സ് വിക്കറ്റ്. ബ്രൂക്കിന് ശേഷവും ഇന്ത്യക്ക് ഭീഷണിയായി ഉണ്ടായിരുന്നത് ജോ റൂട്ട് തന്നെയായിരുന്നു. ബ്രൂക്ക് പുറത്താകുമ്പോൾ ഇംഗ്ലണ്ടിന്റെ സ്കോർ 4 വിക്കറ്റ് നഷ്ടത്തിൽ 301 റൺസായിരുന്നു. അതായത് ഇംഗ്ലണ്ടിന് വിജയിക്കാൻ അപ്പോൾ വേണ്ടിയിരുന്നത് 73 റൺസ് മാത്രം. ഈ സമയത്ത് റൂട്ട് ക്രീസിൽ തുടർന്നത് ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിച്ചു. എന്നാൽ റൂട്ടിനെ കീപ്പർ ധ്രുവ് ജൂറലിന്റെ കൈകളിലെത്തിച്ച് പ്രസീദ് കൃഷ്ണ മികവ് പുലർത്തുകയുണ്ടായി. ഇതോടെയാണ് ഇംഗ്ലണ്ട് തകർന്നു വീഴാൻ തുടങ്ങിയത്. ദ ലാസ്റ്റ് ഡാൻസ്. റൂട്ടിന്റെ വിക്കറ്റ് ഇന്ത്യക്കൊരു പുത്തൻ ഉണർവാണ് നൽകിയത്. ശേഷം അവസാന ദിവസം 35 റൺസായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടത്. 4 വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിന് അവശേഷിച്ചത്. ജാമി സ്മിത്തിനെ കീപ്പറുടെ കൈകളിലെത്തിച്ച സിറാജാണ് വലിയ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ശേഷം ഓവർടനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കാനും സിറാജിന് സാധിച്ചു. ഒരു വശത്ത് അറ്റ്കിൻസൺ ക്രീസിൽ ഉറച്ച് ഇംഗ്ലണ്ടിന്റെ വിജയത്തിലേക്ക് അടുപ്പിച്ചു. എന്നാൽ മറുവശത്ത് ബാറ്റർമാർ ഇന്ത്യൻ പേസ് ബാറ്ററികൾക്ക് മുൻപിൽ നന്നായി വിയർക്കുന്നത് കണ്ടു. 9ാമനായി മൈതാനത്തെത്തിയ ജോഷ് ഡങ്കിനെ ഒരു അവിശ്വസനീയ യോർക്കറിലാണ് പ്രസീദ് കൃഷ്ണ വീഴ്ത്തിയത്. ശേഷം അവസാന വിക്കറ്റിൽ ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിച്ചത് അറ്റ്കിൻസൺ ആയിരുന്നു. വിജയിക്കാൻ 7 റൺസ് മാത്രം വേണ്ട സമയത്താണ് സിറാജ് താരത്തെ പുറത്താക്കി ഒരു വീരോചിത വിജയം ഇന്ത്യക്ക് സമ്മാനിച്ചത്. സിറാജ് എഫക്ട്. ബുംറയുടെ അഭാവത്തിൽ സിറാജ് എന്ന മാന്ത്രികന്റെ അവിശ്വസനീയമായ പ്രകടനമാണ് 5ാം ടെസ്റ്റ് മത്സരത്തിൽ കാണാൻ സാധിച്ചത്. മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ സ്വന്തമാക്കി സിറാജ് മികവ് പുലർത്തിയിരുന്നു. ശേഷം 2ാം ഇന്നിംഗ്സിൽ കൃത്യമായ സമയങ്ങളിൽ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കാൻ സിറാജിന് സാധിച്ചു. അവസാന ദിവസം പന്തിന് ലഭിച്ച ആനുകൂല്യം ഒരു മടിയും കൂടാതെ സിറാജ് കൈയടക്കുകയാണുണ്ടായത്. 2ാം ഇന്നിംഗ്സിൽ 30 ഓവറുകൾ പന്തെറിഞ്ഞ സിറാജ് 104 റൺസ് വിട്ടു നൽകി 5 വിക്കറ്റുകൾ സ്വന്തമാക്കുകയുണ്ടായി. ഇത് ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി. പ്രസിദ്ധ് കൃഷ്ണ ഇമ്പാക്ട്. മത്സരത്തിന്റെ അവസാന സമയങ്ങളിൽ പ്രസീദ് കൃഷ്ണയുടെ ഇമ്പാക്ട് വളരെ വലുതായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ സ്വന്തമാക്കിയ പ്രസീദ് 2ാം ഇന്നിംഗ്സിലും മികവ് പുലർത്തി. സിറാജിനൊപ്പം മൈതാനത്ത് ഒരു ബോളിംഗ് കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ താരത്തിന് സാധിച്ചു. ബുംറയുടെ അഭാവം മത്സരത്തിൽ തോന്നാതിരുന്നതിന്റെ പ്രധാന കാരണം പ്രസീദ് കൃഷ്ണയുടെ ഈ തകർപ്പൻ പ്രകടനം തന്നെയാണ്. മത്സരത്തിന്റെ 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ സ്വന്തമാക്കി പ്രസീദ് സിറാജിന് മികച്ച പിന്തുണ തന്നെയാണ് നൽകിയത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.